തബാസിൽ ദൈവം കരുതി വെച്ചതാണ് അമേരിക്കയുടെ സൈന്യത്തിന്റെ നാശമെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നു. പേർഷ്യൻ മണ്ണിലേക്ക് അധിനിവേശ സ്വഭാവവുമായി കടന്നു വന്നാൽ അമേരിക്കക്കാർ ജീവനോടെ തിരിച്ചു പോകില്ല എന്ന ഇറാന്റെ വെല്ലുവിളി അത് എല്ലാ ഇടത്തേക്കും കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് ഇറാന്റെ സൈന്യം ഇപ്പോൾ ചെയ്യുന്നത്. അമേരിക്കയുടെ രഹസ്യ ഏജൻസി അന്ന് നടത്തിയ ഓപ്പറേഷൻ സമ്പൂർണ്ണ പരാജയമായത് എങ്ങനെയായിരുന്നു? അവിടുത്തെ മണൽക്കാറ്റ് എത്രത്തോളം അമേരിക്കയുടെ ഈ രഹസ്യ ഓപ്പറേഷന് വലിയ തടസ്സമായി വന്നു? അതുവഴി എങ്ങനെയാണ് അവിടെ ഒരു വൻ ദുരന്തമുണ്ടായത്? ഹെലികോപ്റ്റർ ദുരന്തം എങ്ങനെ ഉണ്ടായി? 3 ഹെലികോപ്റ്ററുകൾ ദിശ തെറ്റി ആ മണൽക്കാറ്റിൽ വലിയ രീതിയിൽ ഒരു ആയുധം വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇന്ധനം നിറച്ച മറ്റൊരു കണ്ടെയ്നറിലേക്ക് ഇടിച്ചു കയറി. പിന്നീട് അവിടെ ഉണ്ടായത് ഒരു വലിയ സ്ഫോടനാത്മകമായ സാഹചര്യം. ഇറാന്റെ മണ്ണിൽ കൃത്യമായി കാലുകുത്താൻ ശ്രമിക്കുന്ന ആക്രോശിക്കുന്ന അമേരിക്കക്കാരോട് കൃത്യമായി പേർഷ്യൻ ജനത പറയുന്ന ഒരു കാര്യമുണ്ട്: ഒടുങ്ങാത്ത പോരാട്ട വീര്യം ഞങ്ങൾക്കുണ്ട്, അത് ഉറങ്ങിക്കിടക്കുകയാണ്, അത് വിളിച്ചുണർത്താൻ നിങ്ങൾ വെറുതെ ശ്രമിക്കണ്ട എന്നുള്ളത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ആണവ നിലയങ്ങളെല്ലാം തകർക്കും എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിലാണ് തബാസിൽ 1980 പൊലിഞ്ഞ അമേരിക്കൻ ജീവനുകളുടെ കണക്കുകൾ ഓരോന്നായി ഇറാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു ഓർമ്മപ്പെടുത്തലല്ല, ചരിത്രം വായിക്കണം. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ ഹിസ്റ്ററി തിരിഞ്ഞു നോക്കൂ. അത് വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ അധിനിവേശം, നിങ്ങളുടെ ഈ ലോക പോലീസ് എന്ന രീതിയിലുള്ള ഈ അഹങ്കാരം, അതെല്ലാം തകർക്കപ്പെടാൻ പോവുകയാണ്. പെന്റഗണിന്റെ മനസ്സ് തകർക്കാൻ, പെന്റഗണിന്റെ സൈനിക ബലം എത്രത്തോളം ശക്തമായി എവിടേക്ക് വേണമെങ്കിലും അടിച്ചു കയറാം എന്ന് പറയുമ്പോഴും അവരുടെ ആത്മവീര്യം ചോർത്തുന്ന, അവരുടെ എല്ലാ രീതിയിലുള്ള ആത്മവീര്യവും തകർക്കപ്പെടുന്ന രീതിയിലാണ് തബാസിലെ ഓരോ ഓർമ്മകളും ആ ദിവസം അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആ ദിവസത്തെ കുറിച്ച് അവർക്ക് ഓർത്ത് വിലപിക്കാൻ അല്ലെങ്കിൽ നിസ്സഹായതയോടെ ഇരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത്ര വലിയ രീതിയിലുള്ള ഒരു തകർച്ചയാണ് തബാസ് സാക്ഷ്യം വഹിച്ചത്. കൃത്യമായി ഇറാൻ പറയുന്നു, ഞങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കൂ. പിന്നീട് വരുന്നത് എന്തൊക്കെ ഭവിഷ്യത്തായിരിക്കുമെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണാനേ പോകുന്നുള്ളൂ. GCC രാജ്യങ്ങൾ വിറളി പിടിച്ചോടുകയാണ്. കാരണം അമേരിക്കയുടെ ഈ യുദ്ധക്കൊതി തങ്ങളുടെ രാജ്യത്തിന്റെ ക്ഷേമത്തെ മുഴുവനായി തകർക്കും എന്നവർ വീണ്ടും വീണ്ടും ലോക രാജ്യങ്ങളോട്, UN-നോട് വളരെ വ്യക്തമായി പറയുന്നു. അമേരിക്കയോടൊന്ന് മര്യാദയ്ക്ക് അടങ്ങാൻ പറയേ എന്നാണ് GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത്.